മൻസൂർ, എന്താ നിന്റെ ഭാവം? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എന്തറിയാൻ? തൊഴിലെടുക്കാത്ത താന്തോന്നികളുടെ കൂടെ ചേർന്ന് നീ നശിക്കും. വ്യാപാര കാര്യങ്ങൾ എന്തെങ്കിലും നീ അറിയുന്നുണ്ടോ? അതിനല്ലേ ശമ്പളക്കാർ. ആ കൊച്ചു മുതലാളി, കളി വേണ്ടെന്ന് വെച്ചോ? വേറെ പണമില്ല. പണം എന്തിന്? ഒരു കയ്യൊപ്പ്, വെറും ഒരു കയ്യൊപ്പിട്ടാ മതിയല്ലോ. എത്ര സംഖ്യക്കും കളിക്കാം. ഇപ്പം നിർത്തിയാൽ നമുക്ക് നഷ്ടം വരും. കൊച്ചു മുതലാളി ഇഷ്ടം പോലെ കളിക്കട്ടെ, കണക്ക് വെച്ചോളൂ. കൊച്ചു മുതലാളി, കണക്ക് പിന്നെ മറന്നാലോ. ഇവിടെ ചെറിയൊരു ഒപ്പ്, അത് മാത്രം മതി. ചെറിയൊരു കയ്യൊപ്പിട്ടാൽ പണക്കിഴികൾ മുമ്പിൽ വന്നു വീഴുന്നു. എന്തൊരു അത്ഭുതം! മൻസൂർ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വീണ്ടും വാശിയോടെ കളിച്ചു. ഫലമോ നഷ്ടങ്ങൾ കൂടിക്കൂടി വന്നു എന്നത് മാത്രം. മൻസൂർ, ഞാൻ പോകുന്നു. എവിടേക്ക്? ജനിച്ചു വളർന്ന ഗ്രാമത്തിലേക്ക്. ഹുസൈൻ മാമ പോയാ പിന്നെ വ്യാപാരം ആര് നടത്തും? മൻസൂർ, നോക്കി നടത്താൻ ഇപ്പോൾ നമുക്ക് വ്യാപാരമില്ല. പാണ്ഡികശാലകൾ കടക്കാർ ജപ്തി ചെയ്ത് കഴിഞ്ഞു. എന്നാൽ നമുക്ക് തോട്ടങ്ങൾ വിൽക്കാം. ദൂരെയുള്ള തോട്ടങ്ങൾ കൊണ്ട് വലിയ പ്രയോജനമില്ലല്ലോ. അതെല്ലാം മുമ്പേ കടക്കാരുടെ കയ്യിലായില്ലേ? പണയച്ചീട്ടുകളിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു നോക്കുക കൂടി ചെയ്തില്ല അല്ലേ? എന്റെ മഹാനായ യജമാനന്റെ മകൻ തെരുവ് തെണ്ടിയായി നടക്കുന്നതും ഇനി കാണേണ്ടി വന്നേക്കും. അതിനു മുമ്പേ ഞാൻ പോകുന്നു. നിൽക്കൂ. 3 തലമുറയ്ക്ക് വേണ്ട മുതലുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്റെ പിതാവടക്കം നിങ്ങളെല്ലാവരും. എല്ലാം കനിഞ്ഞു തന്ന ദൈവത്തെ മറക്കാതെ ഒന്നും അധികമാവാതെ അനുഭവിച്ചാൽ എന്നും കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ഈശ്വരൻ പൊറുക്കട്ടെ. അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങളില്ല. പീഡിയക്കാർ ഇനി കടം തരില്ല. 3 മാസമായി ജോലിക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട്. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? താജുൽ വരുന്നുണ്ട്. വരട്ടെ. താജുൽ, താജുൽ, ആകെ കുഴപ്പം. എനിക്ക് കുറച്ച് പണം വേണം. കടമായിട്ട് മതി. കടം ചോദിക്കുന്ന ഞങ്ങളോടോ? അത് നന്നായി. കുറച്ചെന്തെങ്കിലും. പണയം കൊടുക്കാതെ ആര് തരും? അതിന് ഇനി എന്തുണ്ട് ബാക്കി?
അല്ല സലീം, മൻസൂർ, താൻ ശല്യപ്പെടുത്താപ്പോ. കളി രസം പിടിച്ച് വരുമ്പോഴാ. ആ മുതലാളി വന്നല്ലോ. ഏ ഉം. കോടതി വിധി. വീടും വസ്തുവകളും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. കുറേയേറെ അറ്റകുറ്റപ്പണികൾ വേണ്ടി വരും. എങ്കിലും പേരുകെട്ട വീടാണല്ലോ. ഹാഷിം, 15 ദിവസത്തെ ഇടതരുന്നു. പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കാനാണ്. എന്റെ മനസ്സ് വളരെ വളരെ ലോലമാണ്. അതുകൊണ്ട് ഉദാരമായി ഒരു 15 ദിവസം. വിലപിടിച്ചത് ഒന്നും മാറ്റരുതെന്നാണ് കോടതി വിധി. ഇതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. യജമാനെ, നീ ആരാണ്? ഇവിടുത്തെ ഒരു വേലക്കാരി. ശമ്പള ബാക്കി തരാൻ പണമില്ല. എല്ലാവർക്കും പോകാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെയാണെങ്കിൽ ഒരു നാണയത്തൊട്ട് കൂടിയില്ല. കഷ്ടകാലം വന്നത് ഞാൻ അറിയുന്നു. ആദ്യം എഴുന്നേറ്റ് ആഹാരം കഴിക്കൂ. നീ എന്തുകൊണ്ട് പോയില്ല? പോകാൻ എനിക്ക് വീടോ കുടുംബക്കാരോ ഇല്ല. പിന്നെ യജമാന്റെ സഹായത്തിന് ഒരാളെങ്കിലും ഈ വീട്ടിൽ വേണ്ടേ? ഇപ്പോ ഇതെന്റെ വീടല്ല, ഞാൻ യജമാനനുമല്ല. നിനക്കെന്നെ പേര് വിളിക്കാം. എനിക്ക് അടിമകളോ പരിചാരകരോ ഇല്ല. കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. യജമാനൻ വരൂ. കഴിഞ്ഞതാലോചിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. വീണ്ടും ചെറുതായി ഒരു വ്യാപാരം തുടങ്ങണം. ചെറിയ തോതിൽ ആരംഭിച്ച് ധനികനായതാണല്ലോ വലിയ യജമാനൻ. മുടക്കുമുതൽ വേണമല്ലോ വ്യാപാരത്തിന്, എത്ര ചെറുതായാലും. പഴയ പരിചയക്കാർ കൂടി കണ്ടാ വഴിമാറുന്നു. പണം ഉണ്ടാക്കാം. എവിടുന്ന്? വിൽക്കാനൊന്നുമില്ല. ഉണ്ട്. എന്നെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി ലേലം വിളിക്കണം. ഞാൻ വെറുതെ പറയുന്നതല്ല. സകല കലകളിലും ശാസ്ത്രങ്ങളിലും അറിവുള്ള അടിമപ്പെണ്ണിന്റെ വില 10,000 ദിനാർ. അതാണ് മുടക്കുമുതൽ. 10,000 ദിനാർ? എന്റെ വില അതിലേറെ വരും. പക്ഷേ ഇത് മതി. ചിലപ്പോ സുൽത്താന്റെ അന്തപുരത്തിലേക്ക് തന്നെ വാങ്ങിയെന്നും വരും. കാഴ്ചയ്ക്ക് നീ ഭംഗിയുള്ളവൾ തന്നെ. പക്ഷേ സകല കലകളും ശാസ്ത്രങ്ങളും അവർ പരീക്ഷിക്കട്ടെ. ഒരു ഭാഗ്യ പരീക്ഷണം ഒന്ന് കരുതിക്കോളൂ. ചൂതാട്ടത്തട്ടിലെ സൂചിക്ക് ബുദ്ധിയുണ്ടോ? എന്നിട്ടും പന്തയം വെച്ചില്ലേ? ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. നീ സ്വയം അടിമച്ചന്തയിൽ വിൽക്കാൻ തയ്യാറാവുന്നു എന്നെ രക്ഷിക്കാൻ. വഴിവക്കൽ നിന്ന് കിട്ടിയ അനാഥ ശിശുവായി എന്നെ രക്ഷിച്ചതും വളർത്തിയതും ഇവിടുത്തെ ഗൃഹനാഥനാണ്. എങ്കിലും ഏതോ ഒരു വീട്ടിൽ അടിമപ്പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നീയും. എല്ലാം ഈശ്വര നിശ്ചയം പോലെ വരും. അന്ന് ആ അനാഥ ശിശുവിന്റെ വഴിക്ക് ഒട്ടകങ്ങളെ തിരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ശക്തി ഏതാണ്? എല്ലാം ആ ശക്തി നിശ്ചയിക്കുന്നു. വീണ്ടും ഒരു വ്യാപാരം തുടങ്ങിയാൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടില്ല എന്ന് ആര് കണ്ടു? നിന്റെ പേര് പറഞ്ഞില്ല. സുമറൂദ്. പക്ഷേ അടുക്കള പെണ്ണുങ്ങളൊക്കെ എന്നെ എന്തുകൊണ്ടോ ദയ എന്ന് വിളിച്ചു. ദയ ആർക്കും ഇപ്പൊ എന്നോട് തോന്നാത്തതും അത് തന്നെ. വയസ്സ്
വെറും ഒരു ദിനാറിന് 10,000 കേട്ട് കേൾവിയില്ലാത്ത വിലയായി പോയല്ലോ. ലേലക്കാരനെ ആളുകൾ കയ്യേറ്റം ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ വിളിച്ചു പറയൂ, എന്റെ വില എനിക്കറിയാം. ഈ ചന്തയുടെ ചരിത്രത്തിൽ ഇതാ ഒരു അത്ഭുത വിൽപ്പന. എല്ലാ കലകളിലും എല്ലാ ശാസ്ത്രങ്ങളിലും അതിവിദഗ്ധയായ ഒരു അപൂർവ സുന്ദരി. ഈ ചന്തയുടെ ചരിത്രത്തിലെ ഒരത്ഭുത വിൽപ്പന, ഒരത്ഭുത വിൽപ്പന. വിലമതിക്കാൻ ആരും ധൈര്യപ്പെടാത്ത ഈ അടിമ പെൺകൊടിക്ക് വില വെറും 10,000 ദിനാർ. വില വെറും 10,000 ദിനാർ. അതെ അതെ, ഇവൾക്ക് ഉടമസ്ഥൻ നിശ്ചയിച്ച വില 10,000 ദിനാർ. 10,000 ദിനാർ. 50 100 1000 വില വെറും 10,000 ദിനാർ. വില വെറും 10,000 ദിനാർ. ആർക്കും വരാം, ആർക്കും വരാം. സകല കലകളിലും സകല ശാസ്ത്രങ്ങളിലും അതിവിദഗ്ധ അപൂർവ സുന്ദരി. ഇവൾക്ക് വില 10,000 ദിനാർ. ഇവൾക്ക് വില 10,000 ദിനാർ. ഈ സുന്ദരിയുടെ വില വെറും 10,000 ദിനാർ. വെറും 10,000 ദിനാർ. സകല കലകളിലും സകല ശാസ്ത്രങ്ങളിലും അതിവിദഗ്ധയായ അപൂർവ സുന്ദരി. അത്ഭുത വിൽപ്പന. 10,000-നുള്ള വകയുണ്ടോ നോക്ക്. 10,000 ദിനാർ. ഒരു പെണ്ണിന്റെ വില 10,000 ദിനാർ. 10,000 കൊടുത്ത ഇതിനേക്കാൾ മുന്തിയ 10 ഞാൻ വാങ്ങിച്ചു തരും. ഈ തന്തയുടെ ചരിത്രത്തിലെ അത്ഭുത വിൽപ്പന. 10,000 ദിനാർ. 10,000 ദിനാർ. 10,000. ഈ തന്തയുടെ ചരിത്രത്തിലെ അത്ഭുത വിൽപ്പന. എല്ലാ കലകളിലും എല്ലാ ശാസ്ത്രങ്ങളിലും അതിവിദഗ്ധ അപൂർവ സുന്ദരി. 10,000-ന്റെ മുതല് ശരിക്കൊന്ന് കാണണമല്ലോ. 10,000 ലേലം ഉറപ്പിക്കണോ ആദ്യം, എന്നിട്ട് മതി മുതലിന്റെ കണക്കെടുപ്പ്. സകല കലകളിലും സകല ശാസ്ത്രങ്ങളിലും ഇവളെ തോപ്പിക്കാൻ ആരുമില്ല എന്ന് അവൾ വെല്ലുവിളിക്കുന്നു. ഇവൾക്ക് കിടനിൽക്കുന്ന ഒരുവൾ സുൽത്താന്റെ അന്തപ്പുറത്ത് കൂടി കാണില്ല. വേണമെങ്കിൽ സുൽത്താൻ കൂടി പരീക്ഷിക്കാം. ദിനാറെന്ന് ഇവൾ തന്നെ വില നിശ്ചയിച്ചതാണ്. അത് കേൾക്കേണ്ട താമസം. ചന്തയിലാകെ കലാപം. സുൽത്താന് കൂടി പരീക്ഷിക്കാമെന്ന് വെല്ലുവിളി. സർവാംഗ സുന്ദരി, സർവജ്ഞ, പിന്നെന്തൊക്കെയാണ് നീ അവകാശപ്പെടുന്നത്? അഹങ്കാരമോ വെറും വാക്കോ അല്ല മഹാപ്രഭു. വേണമെങ്കിൽ അങ്ങേക്ക് തന്നെ പരീക്ഷിക്കാം. ഇളം പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നും. നീ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് കുഞ്ഞെ? അറിയേണ്ട കലകളും അറിയപ്പെട്ട ശാസ്ത്രങ്ങളും എല്ലാം. ഈ സദസ്സിൽ അഹങ്കാരികൾക്കും അസത്യം പറയുന്നവർക്കും കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ? അഹങ്കാരിയെ തലവടിച്ച് കഴുതപ്പുറത്ത് തിരിച്ചിരുത്തി തപ്പുകൊട്ടി നാട് കടത്തും. നുണയ്ക്ക് 400 ചാട്ടടി വേറെ. വീരവാദമല്ല, സത്യമാണ് പറഞ്ഞത്. നീ സുന്ദരി തന്നെ. അന്തപുരത്തിലെ സുന്ദരിമാരെ അനേക കാലം കണ്ട ഞാൻ. ശരി, അത് സമ്മതിച്ചു തരുന്നു. പക്ഷേ അറിവ്, അത് നിശ്ചയിക്കേണ്ടത് എന്റെ സഭയിലെ മഹാപണ്ഡിതന്മാരാണ്. നീ ഈശ്വരവിശ്വാസമുള്ളവളല്ലേ? അതെ. ദൈവഭക്തിയുടെ 5 വിശിഷ്ട ഭാവങ്ങൾ എന്തെന്നറിയാമോ? ക്ഷമിക്കണം, 5 അല്ല 6 ഭാവങ്ങൾ. 1 പ്രാർത്ഥന, 2 ദാനം, 3 ഉപവാസം, 4 തീർത്ഥാടനം, 5 ദുശ്ചോദനകളുടെ നിയന്ത്രണം. 6 പണ്ഡിതശ്രേഷ്ഠനായ അങ്ങ് വിട്ടുകളഞ്ഞതാണോ?
വിശുദ്ധ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ത്യാഗം. അവളെ പരീക്ഷിക്കാൻ അഞ്ചെന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ്. നീ പറഞ്ഞത് ശരി. വിഷയം ദൈവഭക്തി ആയതുകൊണ്ട് ഒരു ചോദ്യം ഞാനും ചോദിക്കുന്നു. പ്രാർത്ഥനയുടെ യഥാർത്ഥ ലക്ഷ്യമെന്തെന്ന് പറയാൻ അറിയുമോ? സ്വന്തം നന്മ കൊണ്ട് പരമകാരുണികനായ ദൈവത്തെ ആദരിക്കുക, അവിടുത്തെ മഹിമ മനസ്സാ വാഴ്ത്തുക, ശാന്തിയിലേക്ക് സ്വന്തം മനസ്സിനെ ഉയർത്തുക. യഥാർത്ഥമായ പ്രാർത്ഥന അതല്ലേ മഹാപ്രഭു? നീ പറഞ്ഞത് ശരി. പ്രാർത്ഥനയെക്കുറിച്ച് നിനക്ക് കുറച്ചൊക്കെ അറിയാം. പക്ഷേ എത്ര ദിവ്യഫലങ്ങളുണ്ട് പ്രാർത്ഥനയ്ക്ക്? 10 കേട്ടിട്ടുണ്ട്. കേട്ടിട്ടേ ഉള്ളൂ, കൃത്യമായി അറിയില്ല അല്ലേ? 1 ഹൃദയത്തെ പ്രാർത്ഥന പ്രകാശമാക്കുന്നു, 2 മുഖത്തെ ശോഭിപ്പിക്കുന്നു, 3 പരമകാരുണികനെ പ്രീതിപ്പെടുത്തുന്നു, 4 തിന്മയുടെ മൂർത്തിയായ ചെകുത്താനെ കോപം കൊള്ളിക്കുന്നു, 5 അനുകമ്പ ആകർഷിക്കുന്നു, 6 തിന്മയെ അകറ്റുന്നു, 7 ദോഷങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നു, 8 ശത്രുക്കളിൽ നിന്നും നമ്മെ മറച്ചു പിടിക്കുന്നു, 9 വ്യക്തിയുടെ ചൈതന്യം തളരുമ്പോൾ ഊതി കത്തിച്ച് ഉജ്ജ്വലമാക്കുന്നു. കഴിഞ്ഞോ? ഇല്ല. 10 അടിമയായ മനുഷ്യനെ തന്റെ ഉടമയായ ദൈവത്തോട് അടുപ്പിക്കുന്നു. ഇതാ പെണ്ണ്, ഇവൾക്കാണോ 10,000 ദിനാർ പറഞ്ഞത്? ഹക്കീം, ശരീരശാസ്ത്രത്തിൽ അറിവുണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കൂ. പെണ്ണെ, ആരോഗ്യത്തിന്റെ നിത്യനിദാനം എന്ത്? അങ്ങ് പാലിക്കാത്തത് തന്നെ. അതിഭക്ഷണം ഒഴിവാക്കൽ. എന്നും തടവിൽ കഴിയുകയും സ്വതന്ത്രമാവുമ്പോൾ മരിക്കുകയും ചെയ്യുന്ന വസ്തു എന്താണ്? ഇത് പണ്ഡിത സദസ്സോ അതോ കടങ്കഥകൾ പറഞ്ഞുള്ള കുട്ടിക്കളിയോ? അറിയില്ലെങ്കിൽ അത് സമ്മതിച്ചാ മതി. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ആഹാരവസ്തു ആയിരിക്കണം. ഉത്തരം മത്സ്യം. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്? അരിസ്താർക്കസ് അത് പറയുന്നു. മുമ്പ് ക്ലോഡിയസ് ടോളമിയും പറഞ്ഞു. ശരിയോ തെറ്റോ എന്ന് നിശ്ചയിക്കാനാവില്ല. കാലം കഴിയുന്തോറും പുതിയ അറിവുകൾ വന്നുകൂടായികയില്ല. ഇന്ന് മഴ പെയ്യൂ? മരണത്തിന്റെ സമയം, ഗർഭപാത്രത്തിൽ വീണ ബീജം ആണോ പെണ്ണോ, പെയ്യാൻ പോകുന്ന മഴ, ഇവയെ പറ്റിയൊക്കെ പ്രവചിക്കാൻ നമുക്കെന്ത് അവകാശം? ഈശ്വര നിഷേധിയാണോ താങ്കൾ? പരീക്ഷിക്കാനായിരുന്നു ഈ കുസൃതി ചോദ്യം. ബുദ്ധിമതി തന്നെ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയണം. സമയമെടുത്താൽ തോറ്റതായി പ്രഖ്യാപിക്കും. ശരി, എല്ലാം കൃത്യമായി പറഞ്ഞാൽ ജയിച്ചെന്ന് സമ്മതിക്കുകയും വേണം. തേനിനേക്കാൾ മധുരമുള്ളത് എന്താണ്? കുഞ്ഞുങ്ങളുടെ സ്നേഹം. വാളിനേക്കാൾ മൂർച്ചയുള്ള എന്ത്? മനുഷ്യന്റെ നാവ്. വിഷത്തെക്കാൾ വേഗം ദേഹത്തിൽ കയറുന്നത് എന്ത്? കരിങ്കണ്ണന്റെ നോട്ടം. ഒരു നിമിഷത്തിന്റെ സുഖം. കാമാസക്തി. 7 നാൾ മാത്രം നിലനിൽക്കുന്ന സുഖം. വിവാഹാഘോഷം. ദുഷ്ടനും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത കടം. മരണം. ശ്മശാനത്തിലേക്ക് മനുഷ്യനെ പിന്തുടരുന്ന വേദന. മക്കളുടെ ദുർനടപടി. കുടുംബസ്ഥന് തീരാ ദുഃഖം. വഞ്ചിക്കുന്ന സേവകൻ. ജീവിതത്തിന്റെ അനാഥത്വം എന്ത്? ദാരിദ്ര്യം. ശമനമില്ലാത്ത രോഗം. അസൂയ. മായ്ക്കാൻ കഴിയാത്ത മാനക്കേടെന്ത്? മകൾക്ക് പറ്റുന്ന കളങ്കം. കലകളിലും വിദഗ്ധയാണെന്നാണോ പറയുന്നത്? കുറച്ചൊക്കെ. അസദിലെ ഷാൻഫോ എന്ന കൊള്ളക്കാരനെ നാം സ്നേഹിക്കുന്നു. എന്തുകൊണ്ട്? ആ കൊള്ളക്കാരൻ മികച്ച കവിയുമായിരുന്നല്ലോ. എന്റെ മധുപാത്രത്തിൽ വീഞ്ഞായി നുരയുവാൻ മുന്തിരി കനികൾക്ക് മോഹം. എന്നാലും അന്യന്റെ തോപ്പിലെ തുടുകനികൾ കണ്ടു ചിലർക്കെന്തു മോഹം. എന്റെ മലർവാടിയിൽ പാടുന്ന പക്ഷിക്ക് പൊന്നഴിക്കൂടു ഞാൻ തീർത്തതില്ല. ഞങ്ങളുടെ ഉള്ളിലൊരു സ്വച്ഛ നീലാകാശമുണ്ടതിനു പാടിപ്പറക്കാൻ.
നീ ജയിച്ചിരിക്കുന്നു. നമ്മൾ ജയിച്ചു. എന്നാലും നീ ഇന്നു മുതൽ ഇവിടുത്തെ അന്തപുരത്തിൽ അടിമയായിത്തീരുന്നു. ഇവൾക്ക് എന്ത് വില കൊടുത്താലും അധികമാവില്ല. നിനക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ടാവും ഇവിടുത്തെ അന്തപുരത്തിൽ. ഒരപേക്ഷയുണ്ട്. പറയാം. അവിടുത്തെ പ്രജാവാത്സല്യവും ദീനാനുകമ്പയും ലോകം മുഴുവൻ വാഴ്ത്തുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണം. മരിച്ചുപോയ വ്യാപാരി സെയ്ദ് അൻവറിന്റെ മകനാണിത്. ബുദ്ധിമോശം കൊണ്ട് എല്ലാ മുതലും നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും ചെറുതായി ജീവിതം തുടങ്ങാൻ ഈ ഉള്ളവൾ നിർദ്ദേശിച്ച വഴിയാണിത്. നീ ആരാണ്? ഈ മൻസൂറിന്റെ വീട്ടിലെ വേലക്കാരി ദയ എന്ന് വിളിക്കും. ബാക്കി എല്ലാവരും പോയി. പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. ആപത്ത് കാലത്തല്ലേ വേലക്കാർ യജമാന്റെ സഹായത്തിന് കൂടെ നിൽക്കേണ്ടത്. നിന്റെ വിവേകം മാത്രമല്ല, യജമാന സ്നേഹവും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. 10,000 ദിനാർ കൊടുക്കുന്നു. ഇനി എന്ത് വേണം നിനക്ക് ചോദിക്കാൻ? ഈ മൻസൂറിനോടൊപ്പം കഴിയാൻ അവിടുന്ന് എന്നെ ദയവായി അനുവദിക്കണം. അവിടുത്തെ അന്തപുരത്തിലെ സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും ധിക്കരിക്കുകയാണെന്ന് തോന്നരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ അപേക്ഷ. നീ അത് പറഞ്ഞില്ലെങ്കിലേ എനിക്ക് അത്ഭുതം തോന്നും. ആരെവിടെ? ഈ പെൺകുട്ടിക്ക് പട്ടുവസ്ത്രങ്ങളും വേണ്ടത്ര ആഭരണങ്ങളും മറ്റ് സമ്മാനങ്ങളും കൊടുത്തയക്കാൻ ബീഗം സാഹിബയോട് പറയൂ.